വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 9th ഓഗസ്റ്റ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 11th ഓഗസ്റ്റ് മുതൽ 15th ഓഗസ്റ്റ് വരെയുള്ള വീക്കാണ്. 15th ഓഗസ്റ്റ് ഫ്രൈഡേ എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ മൂലമുള്ള ഹോളിഡേ ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 4 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ എക്സ്പോർട്സിന് 50% താരിഫ് ചുമത്തുമെന്നുള്ള ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. എന്തായാലും ഓൾറെഡി 25% താരിഫ് കഴിഞ്ഞ ദിവസം മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. എന്തായാലും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയുടെ മേലൊരു അഡീഷണൽ 25% താരിഫ് കൂടെ 21 ഡേയ്സിന് ശേഷം വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. എന്തായാലും നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോട് വലിയ കാര്യമായിട്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. തേഴ്സ്ഡേയിൽ ഈ പ്രഖ്യാപനം വന്ന അന്ന് നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഫ്രൈഡേയിൽ ഒരു 232 പോയിൻറ്റ്സിൻ്റെ ലോസ് വന്നു. അതേസമയം കഴിഞ്ഞ വീക്കിൽ നെറ്റായിട്ട് നോക്കുകയാണെങ്കിൽ 202 പോയിൻറ്റ്സ് മാത്രമാണ് താഴ്ന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ നമുക്ക് കാണാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ 202 പോയിൻറ്റ്സ് താഴ്ന്ന് നിഫ്റ്റി ഒരു 24,363 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഈ ഒരു 50% താരിഫിൻ്റെ ഒരു ഭീഷണി വന്നിട്ടും മാർക്കറ്റ് അത് ഒരു നീജർക്ക് റിയാക്ഷനോടുകൂടി അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു അപ്രോച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു നയതന്ത്രത്തിൻ്റേതായൊരു ലാംഗ്വേജിലല്ല അദ്ദേഹം ഈ താരിഫിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചൈനയുടെ കേസാണെങ്കിലും അതുപോലെ ഈവൻ അവരുമായിട്ട് വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന EU ആയിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള ന്യൂസിലൻഡായിട്ടാണെങ്കിലും മെക്സിക്കോ ആയാലും കാനഡ ആയാലും ഒക്കെ ഒരു നമുക്ക് കണ്ട് മറ്റൊരു ബ്രസീലിന് അദ്ദേഹം ഒരു 50% താരിഫ് ചുമത്തുന്നത് കണ്ടപ്പോൾ ഈ താരിഫ് എന്നുള്ള ഒരു വളരെ കോഴ്സീവായിട്ടുള്ളൊരു മെഷർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഗ്ലോബലി ഒരുവിധം എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി ബിസിനസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അതൊരു നിലനിർത്തിക്കൊണ്ട് പോകാവുന്ന ഒരു അപ്രോച്ചാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്കറിയാം എന്തായാലും ഇപ്പോൾ ഈ കൂടുതൽ പ്രഷർ യൂസ് ചെയ്യുന്നത് നമ്മുടെ അഗ്രികൾച്ചറും അതുപോലെ ഡയറിയും പോലെയുള്ള ഏരിയയൊക്കെ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. പക്ഷേ അത് എത്ര പ്രഷർ ചെയ്താലും നമ്മുടെ ഇത്രയും 145 കോടിയോളം വരുന്ന പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് അവരുടെ ജീവിതമാർഗങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് യൂസിന് വേണ്ടിയിട്ട് അത് തുറന്നു കൊടുക്കാൻ സാധിക്കില്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഭീഷണിക്ക് നമ്മൾ കുറേയൊക്കെ നമുക്ക് നിന്ന് കൊടുക്കാതിരിക്കാൻ നിർവാഹമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സ്പെസിഫിക്കലി നമുക്ക് മറ്റുള്ള പല ഓപ്ഷൻസും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയും ചൈനയും റഷ്യയൊക്കെ ആയിട്ട് കൂടുതൽ ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇതൊരു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ പ്രഷർ ചെയ്യുകയാണെങ്കിൽ ഇത് ഡീഡോളറൈസേഷൻ എന്ന അമേരിക്ക പേടിക്കുന്ന ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും കൂടുതൽ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഇത് വഷളാകാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൽ നിന്നും പിന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ട ഒരു ന്യൂസാണ് ഇന്ത്യ നൽകിയിട്ടുള്ള ഡിഫൻസ് ഓർഡേഴ്സ് ഒരു പോസ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഉള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് അവിടേക്ക് നമ്മുടെ ഗുഡ്സ് വിറ്റ് നേടുന്ന ആ എമൗണ്ടിനെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന് കൗണ്ടറായിട്ട് നമുക്കും പല രീതിയിൽ അവരുടെ ബിസിനസ്സിനെയും പല കമ്പനികളുടെയും ബിസിനസ്സിനെയും നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം വരുമ്പോൾ കൂടുതൽ പ്രഷർ യൂസിൽ വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് കുറേ കൂടെ പ്രാക്ടിക്കലാകുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ റേറ്റുകൾ കുറച്ച് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 0.3%
GDP-യിൽ ഒരു ഇമ്പാക്റ്റാണ് ഈ യൂറോപ്പ് യു എസിലേക്കുള്ള ഇപ്പോഴത്തെ എക്സ്പോർട്ട് ഇതുപോലെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് വരിക എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തിൽ മൂഡീസിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. നമുക്കെന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ വരുന്നൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു 50% താരിഫ് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നിലവിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നെഗോഷിയേഷൻസ് മൂലമൊക്കെ കുറേ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു നീജർക്കായിട്ട് റിയാക്ഷൻ നമ്മൾ വേണ്ട. എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള നമ്മുടെ കൂടുതലും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനികളൊക്കെ അധികം ഇന്ത്യൻ ബിസിനസ്സും അതുപോലെ തന്നെ വേൾഡിൽ മറ്റൊരു ഏരിയയിലേക്കൊക്കെ ഉള്ള എക്സ്പോർട്ടുള്ള കമ്പനികളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കമ്പനികളെയൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 742 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന് 80,000 താഴെ 79,857 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 56,002 634 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോട് കൂടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തത്. അതേസമയം നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് കാണാം 17,428 240 പോയിൻറ്റ്സ് കൂടെ കറക്റ്റ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾക്ക് ഇപ്പോഴത്തെ താരിഫ് യുദ്ധത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഡിസിഷൻസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യത്തിൽ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്പെസിഫിക്കായിട്ട് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതുമൂലം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കുറേയധികം ഏരിയകൾ നമ്മൾ ഓൾറെഡി നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് വലിയ രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള കുറേ സെറ്റ് ബാക്കുകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുറേ പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വളരെ മെച്യൂരിറ്റിയോടുകൂടി നമ്മളിങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസിന് ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി. നമ്മുടെ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരുപക്ഷെ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകൾ നമ്മുടെ ഡെപ്പോസിറ്ററിയിലാണ് നമ്മുടെ ഇത് ഹോൾഡ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അലമാരിയിൽ എടുത്ത് വയ്ക്കുന്നത് പോലെ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യുന്നത് ഈ ഡെപ്പോസിറ്ററി ആണ്. നമുക്കൊരു സ്പെസിഫിക്കായിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിന് കീഴിലാണ് നമ്മളൊരു 100 റിലയൻസിൻ്റെ ഷെയർസ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 100 റിലയൻസിൻ്റെ ഷെയർസും ആ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഹോൾഡ് ചെയ്യുന്നത്. മുമ്പെല്ലാം നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ഈ 100 റിലയൻസിൻ്റെ ഷെയർസിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ പേരിലേക്ക് നമുക്ക് പോസ്റ്റലൊക്കെ ആയിട്ട് വരുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ പോസ്റ്റലായിട്ട് നമ്മൾ ലഭിക്കുന്നില്ല അല്ലേ. നമ്മളത് ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഏതൊക്കെ ഷെയർസാണ് നമ്മുടെ ആ പോർട്ട്ഫോളിയോകൾ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എപ്പോഴാണെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വളരെ വലിയ രീതിയിൽ സഹായിച്ച ഒരു ഇന്ത്യയിലുണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ് 2000-ന് ശേഷം. അതിനുശേഷം നമുക്കറിയാം 2 ഡെപ്പോസിറ്ററികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിൽ ഒന്നാണ് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും അതുപോലെ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനികൾ. ഇതിൽ ഈ CDSL എന്നുള്ള കമ്പനി നമുക്കറിയാം BSE ആണ് അത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം NSDL എന്നുള്ള കമ്പനി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് NSE എന്ന എക്സ്ചേഞ്ചുമാണ്. അപ്പോൾ ഈ CDSL എന്നുള്ള സ്റ്റോക്ക് നമുക്കറിയാം കുറേയധികം കാലം മുമ്പ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ NSDL എന്നുള്ള കമ്പനി ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ കമ്പനിയുടെ IPO കഴിഞ്ഞ ആഴ്ചയിലാണ് ലിസ്റ്റ് ചെയ്തത്. 800 റുപ്പീസിലായിരുന്നു ഈ NSDLൻ്റെ IPO നടന്നത്.
അതിനുശേഷം ഒരു 10% പ്രീമിയത്തിലാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. ഒരു 80 റുപ്പീസിലൊക്കെയാണ് നമുക്ക് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഇതിന് ശേഷം ട്രേഡിങ് തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അതിനുശേഷം നമ്മളിപ്പോൾ കാണാം NSDLൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസമാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. ആ സ്റ്റോക്ക് ആ 3 ഡേയ്സിൻ്റെ ഒരു ഡേയിലെ ക്യാൻഡിൽസാണ് നമ്മൾ കാണുന്നത്. 800 റുപ്പീസിന് നമ്മൾ IPO നടന്നു എന്നുണ്ടെങ്കിൽ 6th ഓഗസ്റ്റിന് ഈ സ്റ്റോക്ക് ഒരു 17% ഉയർന്ന് 936 ക്ലോസ് ചെയ്തത് അല്ല. അതിനുശേഷം 7th ഓഗസ്റ്റിന് 1123 20% ഉയർന്നാണ് NSDL ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ 8th ഓഗസ്റ്റിന് 15.77% ഉയർന്ന് 1300 ഈ NSDL എന്നുള്ള സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇന്ത്യയിൽ ഒരു ഡുവോപ്പൊളി എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ത്യയിൽ ആര് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഒന്നുകിൽ NSDL ആയിരിക്കണം അല്ലെങ്കിൽ CDSL ആയിരിക്കണം ഈ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ 5 കോടിയോളം മാത്രമാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2025 20 ക്രോർസിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം. അതായത് വലിയൊരു ഗ്രോത്താണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യയിലെ 145 കോടിയോളം ജനങ്ങളിൽ 20 കോടി പേർക്കും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം പലർക്കും മോർ ദാൻ 2 അക്കൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. കാരണം ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു അറൗണ്ട് 10 ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പല പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഡിമാറ്റ് അക്കൗണ്ടുകൾ പലയിടത്തും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കറിയാം ഇത്രയും വലിയൊരു രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷനുള്ള കൺട്രിയിൽ ആകെ നിയർലി ഒരു 15 ക്രോർസിൻ്റെ ആൾക്കാർക്കെങ്കിലും മാത്രമേ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോഴും ഉള്ളൂ. അത് പുതിയ യങ്ങർ ജനറേഷൻ കൂടുതൽ പേരും ഇന്ത്യയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ട്രേഡ് ചെയ്യുകയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ 2 കമ്പനികളുടെയും ബിസിനസ് വരും ദിവസങ്ങളിൽ വീണ്ടും വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. NSDLൻ്റെ 4012 ക്രോർസിൻ്റെ IPO ഓൾമോസ്റ്റ് ഒരു 41 ടൈംസിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ കണ്ടത്. എന്തായാലും അത് NSDLൻ്റെ IPOക്ക് അപ്ലൈ ചെയ്തതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ഞാനും IPOക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പേഴ്സണലി ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്ത അന്ന് തന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ വാങ്ങുകയുണ്ടായി. കാരണം നമുക്കറിയാം NSE എന്നുള്ള NSE ഇപ്പോഴും കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിന് ഇതുവരെയും ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലേ. പക്ഷെ വളരെ ഡിമാൻഡുള്ള ഒരു കമ്പനിയാണ് NSE എന്നുള്ള എക്സ്ചേഞ്ചിൻ്റെ ഷെയർസ് എന്നുണ്ടെങ്കിൽ NSDL എന്തായാലും NSE പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് വളരെ നല്ല ഒരു ഗ്രോത്ത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാങ്ങാനായിട്ട് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. ഞാൻ ബൈ ചെയ്തിരുന്ന റേറ്റ് അറൗണ്ട് 921 റേഞ്ചിൽ ആണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. പക്ഷേ വരും 2 ദിവസം കൊണ്ട് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു റാലി നടക്കുകയും ഓൾമോസ്റ്റ് ഒരു 41% പ്രോഫിറ്റ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ ആ സ്റ്റോക്ക് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം IPO പ്രൈസിന് നിന്നും ഒരു 62.5% റാലിയാണ് NSDL എന്നുള്ള സ്റ്റോക്ക് മൂവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. NSDLൻ്റെ സ്റ്റോക്ക് എന്തായാലും NSEയിൽ ലിസ്റ്റഡ് അല്ല. കാരണം പ്രൊമോട്ട് ചെയ്യുന്ന NSE പ്രൊമോട്ടർ ആയതുകൊണ്ട് ഒരു പ്രൊമോട്ടർക്ക് അതേ എക്സ്ചേഞ്ചിൽ ആ കമ്പനി പ്രൊമോട്ടറായിട്ടുള്ളൊരു കമ്പനിയെ ലിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് BSEയിൽ മാത്രമാണ് ഈ NSDL എന്നുള്ള ഷെയർ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും NSDLൻ്റെ ഷെയർ വാങ്ങണമെങ്കിൽ BSE എന്നുള്ള എക്സ്ചേഞ്ചിൽ മാത്രമേ നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ NSDLൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ കുറച്ചുകൂടെ പറയുന്നതിൻ്റെ കാര്യം വരും ദിവസങ്ങളിലും NSDL ഇതുപോലെ വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് വലിയ രീതിയിൽ പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും വീഡിയോയിൽ സംസാരിക്കാറുള്ള കാര്യമാണ് BSE എന്നുള്ള സ്റ്റോക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്തപ്പോൾ BSE എന്നുള്ള എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ
ചെയ്തപ്പോൾ മുമ്പ് BSEയുടെ കാർഡിനോടുള്ള ഒരു മോഹം മൂലം ഞാൻ BSEയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ആ സ്റ്റോക്ക് നമുക്കറിയാം ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിയർലി ഒരു 600 റുപ്പീസ് ആവറേജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം 7000 റേഞ്ചിലേക്കൊക്കെ BSEയുടെ ഷെയർസ് പിന്നെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് NSDL എന്നുള്ള എന്താ കമ്പനി. NSDL നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. MIA എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് NSDL. ഇവർ ചെയ്യുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് മാനേജ് ചെയ്യുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ മറ്റു സർവീസുകൾ നൽകുന്നത് ട്രേഡ് സെറ്റിൽമെൻറ്റ്സും വോട്ടിങ്ങും പ്ലെഡ്ജ് മാനേജ്മെൻറ്റും അതുപോലെ കോർപ്പറേറ്റ് ആക്ഷൻസും ഒക്കെയാണ് NSDL ഹാൻഡിൽ ചെയ്യുന്നത്. കമ്പനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 crores ഡിമാറ്റ് അക്കൗണ്ട്സ് ആണ് NSDL ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം നമ്മൾ CDSLൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ CDSLന് മോർ ദാൻ 16 crores അക്കൗണ്ട്സ് ആണ് CDSL ഹാൻഡിൽ ചെയ്യുന്നത്. കൂടുതലും ഈ റീറ്റെയിൽ ക്ലയൻസിൻ്റെ അക്കൗണ്ട്സ്, പ്രത്യേകിച്ചും സിറോദയും അതുപോലെ ആപ്പ് സ്റ്റോക്കും പോലെയുള്ള അതുപോലെ ഗ്രോ പോലെയുള്ള ഈ ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങുകളെല്ലാം പ്രിഫർ ചെയ്യുന്നത് CDSLനാണ്. അതുകൊണ്ട് തന്നെ CDSLാണ് കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകളുള്ളത്. മോർ ദാൻ 16 crores ഡിമാറ്റ് അക്കൗണ്ട്സ് ആണ് CDSLുള്ളത്. അതേസമയം NSDL 4 crores മാത്രമാണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യൂ വൈസ് നോക്കുകയാണെങ്കിൽ NSDLിലുള്ള സ്റ്റോക്കുകളുടെ വർത്ത് നോക്കുകയാണെങ്കിൽ 464 trillion ആണ് വർത്ത് എന്നുണ്ടെങ്കിൽ CDSL ജസ്റ്റ് 71 trillion റുപ്പീസിൻ്റെ മാത്രമാണ് സ്റ്റോക്കുകളുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് NSDL ഡിമാറ്റ് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കോർപ്പറേറ്റ്സും അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മ്യൂച്വൽ ഫണ്ട്സൊക്കെയാണ് ഈ CDSL NSDL ഡിമാറ്റ് അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് NSDLാണ്. ഞാൻ അന്ന് ലിസ്റ്റ് ചെയ്ത അന്ന് നമുക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ചാർട്ടായിരുന്നു ഞാനന്ന് പോസ്റ്റ് ചെയ്തിരുന്ന. ഒരു 987 ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സ്റ്റോക്കിന് 1100 മുകളിലേക്ക് റാലി ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മളന്ന് അതിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് കാണാൻ സാധിക്കും വിത്തിൻ 1 day സ്റ്റോക്ക് അന്നും പിറ്റേ ദിവസമായിട്ട് 35% റാലി ചെയ്ത് 1339 അതിലെത്തിയതിന് ശേഷം ഞാൻ വീണ്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇതുപോലെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൂടെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ക്ലയൻസിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിൽ ചെയ്തതിന് ശേഷം ചില ക്ലയൻസൊക്കെ വാങ്ങിയതിന് ശേഷം മോർ ദാൻ 1 lakh പ്രോഫിറ്റ് 2 ദിവസത്തിനുള്ളിൽ ലഭിച്ചു എന്നുള്ള ഒരു മെസ്സേജൊക്കെ നമുക്ക് നൽകുകയുണ്ടായി. പലപ്പോഴും ഇതുപോലെയുള്ള അവസരങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള ഇൻസ്റ്റയിലൂടെ പോസ്റ്റിങ്ങിലൂടെയൊക്കെ നമ്മൾ മുമ്പും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ വരുന്ന പോസ്റ്റുകളൊന്ന് നോട്ടിഫിക്കേഷൻസ് ഒന്ന് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും NSDL എന്നുള്ള ഒരു സ്റ്റോക്ക് കുറച്ച് ലോങ് ടൈമിലേക്കൊക്കെ കുറച്ച് സ്റ്റോക്കെങ്കിലും ആഡ് ചെയ്യാൻ ഇപ്പോഴും ഈ ലെവലിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു 12% നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 19,160 crores ഒരു നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി കഴിഞ്ഞ ആഴ്ചയിൽ ഡിക്ലെയർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം 10.31% ഉയർന്ന് 1.35 lakh crores ടോട്ടൽ ഇൻകമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടാണ്. നമുക്ക് കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 804 ലെവലിലാണ്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വരും ദിവസങ്ങളിൽ ഈ ഒരു നല്ല റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന മറ്റൊരു നല്ല റിസൾട്ടാണ് വാരി എനർജി എന്നുള്ള കമ്പനി. ഈ കമ്പനി 89% നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 745 crores പ്രോഫിറ്റാണ്, നെറ്റ് പ്രോഫിറ്റാണ് വാരി എനർജി കഴിഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കമ്പനിയുടെ റവന്യൂ 30% ഉയർന്ന് 4426 crores വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് വാരി എനർജീസ് ലിമിറ്റഡിൻ്റെ ചാർട്ടാണ്. കമ്പനി ക്ലോസ് ചെയ്തിരിക്കുന്നത് 3061 കഴിഞ്ഞ ഫ്രൈഡേയിൽ. വരും ദിവസങ്ങളിലും വാരി എനർജി ഇതുപോലെ 89% ഗ്രോത്തൊക്കെ നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട വളരെ നല്ലൊരു റിസൾട്ടാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റിസൾട്ട്. BSE 103% പ്രോഫിറ്റിൽ ജമ്പാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 539 crores നെറ്റ് പ്രോഫിറ്റാണ് BSE ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും BSEയും വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും BSE കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ മൂലമായിരിക്കാം ഒരു ഡൗൺ ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2392 BSE ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ BSEയും ഈ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്ത മറ്റൊരു കമ്പനിയാണ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി. കമ്പനിയുടെ Q1 പ്രോഫിറ്റ് 169 crores Q1 പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 25.2% year-on-year ഗ്രോത്താണ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ 24.1% ഉയർന്ന് 2224 crores വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസിൻ്റെ ചാർട്ടാണ്. കമ്പനി BPO അല്ലെങ്കിൽ KPO ഇൻഡസ്ട്രി എന്നുള്ള ഒരു കമ്പനിയാണ്. സ്റ്റോക്ക് 368 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡും ഈ നല്ല റിസൾട്ടിനെ തുടർന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ വീഡിയോയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത പലരുടെയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുള്ളതാണല്ലേ. പക്ഷേ ഒരുപക്ഷെ കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് താഴെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് മാർക്കറ്റിൻ്റെ വലിയൊരു റാലിയിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു. വളരെ ഫാസ്റ്റായിട്ടാണ് പലരും വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് വെൽത്ത് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേടിയ വെൽത്ത് കുറച്ച് അതിലൊരു ഡിപ്പ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ നമ്മൾ മടുക്കാതെ മാർക്കറ്റിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവരാണ് പിന്നെയും ഇവിടെ നിന്ന് അടുത്ത മൂവ്മെൻറ്റുകളിലൊക്കെ പ്രോഫിറ്റ് നേടുന്നത്. പലരും നമുക്ക് ചില ഫീഡ്ബാക്കുകൾ നൽകുമ്പോൾ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് നമുക്കത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് വലിയൊരു പാഠമായിട്ട് പലർക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നൽകുന്നത്. അതിനെ പോസിറ്റീവായിട്ട് ഫോളോ ചെയ്യുന്നവർ പിന്നീട് അതിൻ്റെ ചില ഫീഡ്ബാക്കുകൾ നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ പലർക്കും ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുള്ള ഒരു സോഷ്യലായിട്ടുള്ളൊരു മെസ്സേജ് എപ്പോഴും മാർക്കറ്റിലേക്ക് വരുമ്പോൾ പലരും മിസ്ഗൈഡഡ് ആയിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലെയുള്ള ട്രേഡിങ്ങിലേക്കൊക്കെ പോയി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് കരുതി അതുപോലെയുള്ള ലോസുകളൊക്കെ വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് മടുത്ത് നിർത്തിപ്പോകുന്നവരാണ്. പക്ഷേ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് അവർ ആ ഏരിയയിലേക്ക് പോകാതെ നേരെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് അത് നമുക്കറിയാം NRIs പോലെയുള്ളവരൊക്കെ വളരെ വളരെ തിരക്കുള്ള ജോലിയിലോ അല്ലെങ്കിൽ തിരക്കുള്ള ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് ഒരു നല്ല സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ വരുന്ന ആ ഗ്രോത്തിലൂടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് പല എക്സാമ്പിൾസിലൂടെയും നമുക്ക് അവരുടെ ലൈവായിട്ട് തന്നെ നമുക്കത് പലപ്പോഴും നമ്മൾ സംസാരിക്കുകയും നമ്മൾ ചാർട്ടുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം കൺവിൻസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത കുറേയധികം ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ കസ്റ്റമേഴ്സും വ്യൂവേഴ്സും ഉണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു
കസ്റ്റമർ അദ്ദേഹം ന്യൂയോർക്കിൽ വാൾ സ്ട്രീറ്റിൽ എന്നൊന്ന് കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് എനിക്ക് അയച്ച് തന്നിരുന്ന ചില ഫോട്ടോസാണ്, ഫാമിലിയായിട്ട് അദ്ദേഹം അവിടെ പോയതിന് ശേഷം അയച്ചിരുന്ന ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ അതോടൊപ്പം തന്നെ അദ്ദേഹം അയച്ചിരിക്കുന്ന മെസ്സേജാണ്, നെവർ തോട്ട് ടു വിസിറ്റ് അമേരിക്ക, ഓൾ ഡ്രീം കം ട്രൂ. Thank you for your motivational videos and bringing the confidence in customers for the long-term investment strategies and making the dream come true for many people like me. ഇദ്ദേഹം മാർക്കറ്റിൽ നിന്ന് ലഭിച്ചൊരു വലിയ പ്രോഫിറ്റ് ഒക്കെ നേടിയതിന് ശേഷം, വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ വർഷം ഈ ഒരു US ട്രിപ്പാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് അവിടെ അതിനെ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ആ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ എപ്പോഴും നമുക്ക് പലപ്പോഴും കയ്യിൽ നിന്നുള്ള ക്യാപിറ്റൽ എടുത്ത് ഇൻവെസ്റ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പല നമുക്ക് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതിന് പല എക്സാമ്പിൾസും നമ്മുടെ പലപ്പോഴും വീഡിയോയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പല ക്ലയൻസും നമ്മുടെ അടുത്ത് ഫീഡ്ബാക്കുകൾ തരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ പലപ്പോഴും ബേസിക്കലി ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള കോഴ്സിന് ചേരുകയും അതിനുശേഷം ക്വാളിഫൈ ചെയ്തതിന് ശേഷം പലരും എൻ്റെ അടുത്ത് വന്ന്, സാറ് മൂലമാണ് ഞാൻ സാറിനെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇതിലേക്ക് വരാനായിട്ട്, അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് എത്താനായിട്ട് കാരണമായതെന്നുള്ളത് പലപ്പോഴും പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് എങ്ങനെ അവർക്കൊരു മോട്ടിവേഷൻ ആവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും അതുപോലെ മോട്ടിവേഷൻ മൂലം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കൂടെ വേണമെങ്കിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇതുപോലെ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് എത്തി എന്നുള്ളത്. അതുപോലെ കഴിഞ്ഞ മാസത്തിൽ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസത്തിൽ CA ഫൈനലിൻ്റെ എക്സാം പാസ്സായത് ക്വാളിഫൈ ഒക്കെ ഉണ്ടായപ്പോൾ പലർക്കും നമ്മൾ മൂലം ഒരു മോഡലായിട്ട് കണ്ടുകൊണ്ട് അവരത് ചെയ്യുമ്പോൾ നമുക്കിപ്പോഴും ജീവിതത്തിലൊരു വലിയ സംതൃപ്തി തോന്നുന്ന സമയങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എസ്പെഷ്യലി നമുക്കറിയാം, നമുക്ക് പ്രായമാകുന്ന ഒരു സമയത്തേക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തൊരു വെൽത്ത് ആയിരിക്കും. അത് പലപ്പോഴും നമുക്കൊരു പെൻഷൻ പോലെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു 60 ഇയേഴ്സിനൊക്കെ ശേഷം നമ്മൾക്ക് വലിയൊരു സഹായമായി മാറും എന്ന കാര്യം എല്ലാവരും ഓർക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നല്ല സമയത്ത് ഇതുപോലെയുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാത്തത് കൊണ്ട് മാത്രം ഈ അവസരം മിസ്സാക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ്. പക്ഷേ അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പല മെത്തേഡുകളും ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലയൻസിനോട് പറയാറുള്ളതാണ്, ഒരു സ്റ്റോക്ക് 100% ഒക്കെ ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് പിന്നെ ഇൻഫിനിറ്റായിട്ട് അത് ഗ്രോ ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഹോൾഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതല്ലേ. ഇപ്പോഴും പല സ്റ്റോക്കുകളും പല ക്ലയൻസും അവർ മോർ ദാൻ 500% ഒക്കെ പ്രോഫിറ്റ് ആയതിനു ശേഷം അവർ അതുപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പലപ്പോഴും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് സ്റ്റോക്ക് മാർക്കറ്റ് തരും. അതിനെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ പേഷ്യൻസോട് കൂടി കൃത്യമായിട്ടൊരു നമ്മളൊരു ഗൈഡൻസ് ഇനീഷ്യൽ പീരീഡെങ്കിലും നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരുള്ളൂ. ആ ട്രാക്കിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ പോലും അത് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങളൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് പീരീഡിൽ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അത് റിപ്പൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നൊരു കാര്യം മറക്കരുത്.
ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 19 ആയിരുന്നത് ആവലോൺ ടെക്നോളജീസ് എന്നുള്ള കമ്പനിയായിരുന്നു. ഈ കമ്പനി നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലും ഒരു ഡേയിൽ 9%-ലധികം ഉയർന്ന് 962 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല റിസൾട്ടായിരുന്നു ആവലോൺ ടെക്നോളജീസ് കഴിഞ്ഞ ദിവസത്തിൽ ഡിക്ലെയർ ചെയ്തിരുന്നത്. ഞങ്ങൾ 550 ലെവലിലായിരുന്നു സ്റ്റോക്കിൽ എൻ്റർ ചെയ്തത്. 1100 എന്നുള്ള ടാർഗറ്റാണ് നമ്മളുടെ ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ടാർഗറ്റ്. എന്തായാലും കഴിഞ്ഞ വീക്കിലി സ്റ്റോക്ക് 9% കൂടി ഉയർന്നപ്പോൾ 75% പ്രോഫിറ്റിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത്. അതുപോലെ ഡയമണ്ട് പിക്ക് 17 സിർമ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 450 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിലി സ്റ്റോക്ക് 778 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ ഒരു 73% പ്രോഫിറ്റോട് കൂടിയാണ് സിർമയും ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ടാർഗറ്റ് 900 ആണ്. അതുകൊണ്ട് തന്നെ ഡയമണ്ട് പിക്ക് 17 900 ടാർഗറ്റിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്ക് ആയിട്ടുള്ള ഡയമണ്ട് പിക്ക് 30 ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ബൈ റേഞ്ചിൽ തന്നെയാണ്. ഒരു ഇന്ത്യൻ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു താരിഫ് വാറിലൊന്നും ആ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ പിക്ക് 11 ഞങ്ങൾ റിലീസ് ചെയ്തതും നിങ്ങൾക്കിപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഷോർട്ട് ടൈം റെക്കമെൻഡേഷൻസ് ആയിട്ടുള്ള ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. കഴിഞ്ഞ വീക്കിൽ സ്കിപ്പർ ലിമിറ്റഡ് എന്നുള്ള കമ്പനി 485 എൻ്റർ ചെയ്തിരുന്നത് 560 ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റാണ് സ്കിപ്പറിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ സാരിത എനർജി ഞങ്ങൾ 510 എൻ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നല്ല റിസൾട്ട് വന്നപ്പോൾ ഈ സ്റ്റോക്ക് ഒരു 575 ലെവലിലേക്ക് ഒരു ഹ്യൂജ് റാലി നടത്തി ഞങ്ങൾക്ക് ഒരു 12% ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു എവറെഡി ഞങ്ങൾ 335 എൻ്റർ ചെയ്തിരുന്നത്. 395 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 17% പ്രോഫിറ്റും. അതുപോലെ ആസ്കോട്ടോ ഞങ്ങളൊരു 435 എൻ്റർ ചെയ്തത് 545 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ JG കെമിക്കൽ ഞങ്ങൾ 512 എൻ്റർ ചെയ്തത് 515 പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. 25% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് JG കെമിക്കൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ റിലാക്സ് ഫുട്വെയർ 445 എൻ്റർ ചെയ്തതിന് ശേഷം 515 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റും ഞങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ ശാരദ എനർജി ആൻഡ് മിനറൽസ് 19% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ കജാറിയ സിറാമിക്സ് 11% ഉയർന്നും, ഡെലിവറി 9% ഉയർന്നു, ഗോഡ്ഫ്രീ ഫിലിപ്സ് 9% ഉയർന്നും, ഇക്ലാർക്സ് സർവീസസ് 9% ഉയർന്നും, ഗ്ലോബൽ ഹെൽത്ത് 8% ഉയർന്നും, ഹീറോ മോട്ടോകോം 7% ഉയർന്നും, ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് 7% ഉയർന്നും, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് 7% ഉയർന്നും, PVR ഇനോക്സ് 7% ഉയർന്നും, കുമ്മിൻസ് 9% ഉയർന്നും, ബ്രെയിൻ ബി സൊല്യൂഷൻസ് 6% ഉയർന്നും, ട്രെൻഡ് 5% ഉയർന്നും, TVS മോട്ടോർ കമ്പനി 5% ഉയർന്നും, ആദിത്യ ബിർള ക്യാപിറ്റൽ 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെ നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ ആഴ്ചയിൽ 10,652.5 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 33,608.7 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 1st ഓഗസ്റ്റിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 24,565 4th ഓഗസ്റ്റിന് നിഫ്റ്റി 157 പോയിൻറ്റ്സ് ഉയർന്നും, 5th ഓഗസ്റ്റിന് 73 പോയിൻറ്റ്സ് താഴ്ന്നും, 6th ഓഗസ്റ്റിന് 74 പോയിൻറ്റ്സ് താഴ്ന്നു. അതിനുശേഷം 7th ഓഗസ്റ്റിന് 21 പോയിൻറ്റ്സ് ഉയർന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ 8th ഓഗസ്റ്റിന് ഡീപ്പായിട്ടൊരു കറക്ഷനോടുകൂടി 232 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോടുകൂടി നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,363 ആണ്. എന്നാലും കഴിഞ്ഞ വീക്കിൽ 202 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം ഓഗസ്റ്റ് മന്തിൽ 405 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോട് കൂടിയാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ
നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 24,042 ആണ്. നിഫ്റ്റിയുടെ ഒരു മേജർ അടുത്ത സപ്പോർട്ട് വരുന്നത് ഈ 200 DMA ആയിരിക്കും. ഈ 24,042 നിന്ന് നിഫ്റ്റി ഒരു ഏതെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ റീബൗണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ 100 DMA വരുന്നത് 24,493 ആണ്. 20 DMA വരുന്നത് 24,871 50 DMA വരുന്നത് 25,026 ആണ്. അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം പ്യുവർ പോയിൻ്റായിട്ട് നിൽക്കുക 24,479 ആണ്. ആ ലെവലിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കുക 24,620, 24,994, 25,381, 25,994, 26,381 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ 24,479 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 24,381, 24,042, 23,381, 23,242, 22,669, 21,743 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,381 ലോവർ റേഞ്ച് 23,242 ആയിരിക്കും. പ്യുവർ പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,479 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്ര എന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 934 ഈ ലെവലിന് മുകളിൽ സ്നൈഡറിൻ്റെ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും 1030 ലെവലായിരിക്കും. അതുപോലെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഡെലിവറി ആണ്. ഈ ഡെലിവറി എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 464 ഈ ലെവലിന് മുകളിൽ ഡെലിവറിയുടെ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ 510 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ഡെലിവറി ആണ്. അതുപോലെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ശാരദ എനർജി, പാരാദീപ് ഫോസ്ഫേറ്റ്സ്, LG എക്യുപ്മെൻറ്റ്സ്, ഫസ്റ്റ് സോഴ്സ്, അതുപോലെ സ്റ്റാർ സിമെൻറ്റ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.